എനിക്ക് എന്താ പറയുക, ഏറ്റവും അടുപ്പമുള്ള ഹീറോയിൻ എന്ന് പറയുന്നത് ഉർവശിയാണ്. കാരണം എൻ്റെ ഒരു പരിമിതികൾ, ഞാനൊരു കമേഡിയൻ ആണെന്ന് ഉള്ള ഒരു ധാരണ മാറ്റിയിട്ട് അങ്ങനെയല്ല, കമേഡിയൻ അല്ല, യു ക്യാൻ ബി എ ഹീറോ, യു ആർ എ ഹീറോ എന്ന് പറഞ്ഞ് എനിക്ക് കോൺഫിഡൻസ് തന്നിട്ടുള്ളത് ഉർവശിയാണ്. കാരണം ഉർവശി വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ഹീറോയിനാണ്, ടോപ്പ് ഹീറോയിൻ. മമ്മൂട്ടി, മോഹൻലാൽ, പിന്നെ കമലഹാസൻ അവരുടെയൊക്കെ ഹീറോയിനായിട്ട്, ജഗദീഷിൻ്റെ ഹീറോയിനായിട്ട് വരുമ്പോൾ ഇൻഡസ്ട്രിയിൽ മുഴുവൻ ടോക്കായിരുന്നു. ഉർവശി താഴോട്ട് പോയി ജഗദീഷിൻ്റെ ഹീറോയിനായി എന്ന് പറഞ്ഞ് ആ സമയത്ത് അത് മൈൻഡ് ചെയ്യാതെ എൻ്റെ ഹീറോയിനായിട്ട് 6-7 സിനിമകളിൽ അഭിനയിച്ച ഉർവശിയോട് എനിക്ക് ലൈഫിൽ വലിയ കടപ്പാടാണ്. അതിൻ്റെ പേരിൽ, എൻ്റെ നായികയായിട്ട് അഭിനയിച്ചതിൻ്റെ പേരിൽ ഉർവശിയെ ഒരുപാട് പേര് പരിഹസിച്ചിട്ടുണ്ട്, എൻ്റെയും ശ്രീനിവാസിൻ്റെയൊക്കെ. എൻ്റെ അടുത്തിരുന്നു ആരും ഇങ്ങനെ പിന്നെ കറുത്തിരിക്കുന്നു, ചുമന്നിരിക്കുന്നു, നമ്മൾ എന്തോന്ന് അപ്പോയിൻമെൻറ്റ് എഴുതി കൊടുത്തിട്ടാണോ ഈ വെളുത്തിങ്ങനെയൊക്കെ വന്നിരിക്കുന്നത്? നമ്മുടെ കഴിവെല്ലാം ഉണ്ടോ ഇതിനകത്ത്? അപ്പം ജനിച്ച സമയത്ത് ഈശ്വരൻ്റെ ഒരു അനുഗ്രഹം, വലിയ കുഴപ്പമില്ലാതൊക്കെ അങ്ങ് പോകുന്നു. കണ്ണിരിക്കുന്നിടത്ത് കണ്ണിരിക്കുന്നു, മൂക്കിരിക്കുന്നിടത്ത് മൂക്കിരിക്കുന്നു, അല്ലേ? അപ്പോൾ അത് എൻ്റെ ക്രെഡിറ്റായിട്ട് കണക്കാക്കി ഞാൻ സൗന്ദര്യനാണ് അല്ലെങ്കിൽ സുന്ദരിയാണ്, അതേകൾ കാണാൻ കൊള്ളാത്തവരാന്ന് എങ്ങനെയാണ് പറയുന്നത്? ആർക്കും പറയാനൊക്കത്തില്ല. എനിക്ക് ഇഷ്ടമല്ല, സിനിമയിലും പറയുന്നത് ഇഷ്ടമല്ല. നായകനെ പൊക്കി പറയാൻ വേണ്ടി കൊമേഡിയനെ വെറും മോശക്കാരനാക്കുന്ന പ്രവണതയുണ്ടല്ലോ, അത് കാലാകാലങ്ങളിൽ ഇങ്ങനെ കണ്ടുവരുന്നുണ്ട്. പക്ഷെ അതുപോലും ഒരു പരിധിക്കപ്പുറം പോയി ആസ്വദിക്കാൻ എനിക്ക് പറ്റാറില്ല. അയാളുടെ ഏരിയയിൽ അയാൾ ഹീറോ അല്ലേ, അയാളുടെ വീട്ടിൽ, അയാളുടെ കൂട്ടുകാരുടെ ഇടയ്ക്ക്, അയാളുടെ കുടുംബത്തിൽ, അവരുടെ മക്കൾക്ക്. അപ്പോൾ അത് കുറേ നേരം കണ്ടുകൊണ്ടിരിക്കും, അച്ഛനെ കളിയാക്കൊണ്ടിരിക്കുന്നത് എത്ര മക്കളാണ് ഇഷ്ടപ്പെടുന്നത്?